അസ്സലാമു അലൈക്കും. ഇന്ന് 30 ഏപ്രിൽ 2026. ഞാൻ പട്ടാമ്പിക്കൊപ്പത്തുണ്ട്. ഷോക്ക് വന്ന് തളർന്നവർ, 2 കിഡ്നിയും 100% പോയവർ. എന്ന് വെച്ചാൽ ആശുപത്രി മടക്കിയിട്ടുള്ള ഏത് കേസും നേരിട്ട് വന്ന കൊപ്പത്ത് ഞാൻ എടുക്കും. എനിക്ക് സമയമൊക്കെ ഉണ്ട്, ആ സമയത്ത് വന്നാൽ മതി. പിന്നെ പാമ്പ് കടിയേറ്റവരും കടിയേറ്റവരും പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞവരെ ഞാനെടുക്കും, വിശദമായിട്ട് നോക്കും. 2 കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ ചിലവിൽ 1.5 ലക്ഷം രൂപ നിങ്ങളടക്കണം മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ. ഇതിൽ 2 കാര്യമുണ്ട്. ചില ആളുകളെ നമ്മുടെ പരിശോധന തുടങ്ങി പൂർത്തിയാകുന്ന സമയത്ത് കയ്യും കാലൊക്കെ ബലം വന്നിട്ടുണ്ടാവും. ബലം വന്നാൽ നമുക്ക് അത് ചെയ്താൽ നടക്കില്ല. മരുന്നിനല്ല കുഴപ്പം, കാരണം ആൾ മരിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ്. അതിൽ ചില ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും, ചിലവർ മരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഉടമസ്ഥന്മാർ കൈകാര്യം ചെയ്യേണ്ട. മറിച്ചുള്ളൊരു കാര്യം പറയാം. ഈ കയ്യും കാലും മരിച്ചെന്ന് ആശുപത്രിക്കാർ റിപ്പോർട്ട് ചെയ്ത ആൾ നമ്മൾ കയ്യും കാലൊക്കെ പിടിച്ചിട്ട് ഒരുപാട് ഞെക്കും പിടിക്കും ഒക്കെ ചെയ്യും. പല ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യും. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പല ഭാഗങ്ങളും ഒരു വൈദ്യന് തൊടാൻ അല്ലാത്ത ഒന്നുമില്ല. അതിൽ തൊട്ടിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ലേശം പദം കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മരുന്നിനെ കുറിച്ച് പറയുള്ളൂ. വിജയിക്കുമെന്ന് നമ്മൾ ഒരു ഗ്യാരണ്ടി തരില്ല. ഈ മരുന്ന് ഉപയോഗിച്ച് പിന്നെ 24 മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വിവരം, അതായിരിക്കും എൻ്റെ തീരുമാനം. അതേമാതിരി പട്ടി കടിച്ചിട്ട് പിഴ ഇളകിയ ആൾക്കും സമാനമായതാണ്. പിഴ ഇളകിയ ആളെ ഭൂരിഭാഗം രക്ഷപ്പെടുത്താൻ കഴിയും. അതിന് 1.5 ലക്ഷം രൂപയുടെ മരുന്ന് അകത്തും പുറത്തും കൂടി വെക്കണം. അതിൻ്റെ പുറത്ത് അതിന് പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും മരുന്ന് പുരട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ കൊണ്ടുവരരുത്. കഴുകണം, നന്നായിട്ട് കഴുകിയല്ലാണ്ട് നമുക്ക് മരുന്ന് വെക്കാൻ പറ്റില്ല. കഴുകണ കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. വെള്ളം കൊണ്ട് കുറേശ്ശെ വെള്ളം വെച്ച് കഴുകുന്നതുകൊണ്ട് പേടിക്കണ്ട. അത് ഈ പാമ്പ് കടിച്ച് മരിച്ച ആളെയും നിങ്ങൾ വെള്ളം കൊണ്ട് കഴുകണം. മൂക്കിലേക്ക് വെള്ളം വരും, വായയിലേക്കും മൂക്കിലേക്കും വെള്ളം വരും. അപ്പോൾ പ്രത്യേകം ചിന്തിക്കണം. വായയിലേക്കും മൂക്കിലേക്കും വെള്ളം വരും. അത് വെള്ളം ആവാണ്ട് നിങ്ങൾ കഴുകണം. മനസ്സിലായില്ലേ? അതായത് കസാലയിൽ ഇരുത്തിയിട്ട് കഴുകുക. അത് പറ്റും. ഇരുത്തിയിട്ട് വെക്കുക. അതാണ് അതിനെ നടക്കുക. അങ്ങനെ ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരണം. കൊപ്പത്ത് എൻ്റെ കടയുടെ മുന്നിൽ വരണം. എന്നിട്ട് അവിടെ എവിടെ റൂം കിട്ടിയാച്ചാൽ അതിലേക്ക് മാറണം. എന്നിട്ട് നമുക്ക് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ മനസ്സിലായല്ലോ? ഏത് ആശുപത്രി മടക്കിയ കേസും അതിൽ മണ്ണാർക്കാടാണ് എന്ന് പറഞ്ഞാൽ, അതുപോലെ അല്ലെങ്കിൽ പൊന്നാനിയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ണൂരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചികിത്സയും ഞാൻ ചെയ്യില്ല. നിങ്ങളുടെ പൈസയും എനിക്ക് വേണ്ട. കാരണം ഞാൻ പൈസക്ക് വേണ്ടിയിട്ടല്ല ഈ പണി ചെയ്യുന്നത്. ഫ്രീ അല്ല, പൈസക്ക് വേണ്ടിയിട്ടുമല്ല. അപ്പോൾ അതിൻ്റെ നടത്തിപ്പിനുള്ള പൈസ മാത്രമാണ് വേണ്ടത്. അതിൽ നിങ്ങൾ വിജയിക്കേണ്ട. നിങ്ങൾ ചത്തുപോയതിന് യാതൊരു വിരോധമില്ല. കാരണം എന്നോട് വളരെ മോശം പെരുമാറും. അതുപോലെ ഇപ്പോഴത്തെ ലീഗുകാരോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെ മുന്നിൽ നിങ്ങൾക്ക് വരുമ്പോൾ നമുക്ക് അപ്പോൾ നോക്കാമെന്നേ. ഞാനിങ്ങനെ പറയാനുള്ളത് വളരെ മോശമായിട്ടുള്ള സമീപനമാണ്. അതുപോലെ തെക്കുമുറി എന്നുള്ള ചില ആളുകൾ എൻ്റെ മുന്നിൽ വരുമ്പോൾ ചെയ്താൽ മതി. നിങ്ങൾ ആരായാലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കേവലം ഒരു പിടി ചാരോ അല്ലെങ്കിൽ ഒരു പിടി മണ്ണോണം. നിങ്ങളുടെ ഒരു കളിയും നടക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്നോട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്നോട് മോശം ചെയ്തതുകൊണ്ടാണ്. കാരണം എൻ്റെ ആനുകൂല്യങ്ങൾ ഫുള്ള് വാങ്ങി പറ്റിയിട്ട് എന്നോട് മോശം ചെയ്തു. അതാണ് ഇങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ സൈബർ സെല്ല് ശരിക്കും പരിശോധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ അഡീഷണൽ എസ്ഐമാരോടും ഈ കാര്യങ്ങൾ ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെ കമൻറ്റ് പരിശോധിക്കണം, അവരെ പിടിച്ചവരെ കയ്യിൽ കെട്ടി ഇവർക്ക് കാരണങ്ങൾ, അതായത് പിന്നെ തെളിവ് കിട്ടിയിട്ടില്ല, കാരണം കിട്ടിയില്ലെങ്കിൽ മനസ്സിലായില്ലേ, ഇവരെ നേരെ പിടിച്ച് ഡൽഹിയിലേക്ക് മാറ്റണം. അത് പോലീസിന് അപ്പോഴൊക്കെ സാധിക്കുന്ന ഒരു സംവിധാനം. അവരെ മാത്രമല്ല, ഇവരുടെ കൂട്ടകുടുംബങ്ങളെ കംപ്ലീറ്റ് അഡ്രസ്സൊക്കെ എടുത്ത് വല്ല ആധാർ കാർഡൊക്കെ പരിശോധിച്ചാൽ ആധാർ കാർഡ് പാസ്പോർട്ടൊക്കെ അപ്പോൾ ക്യാൻസൽ ചെയ്യണം. ഭൂമിയുടെ ആധാരമൊക്കെ അപ്പോൾ ക്യാൻസൽ ചെയ്യണം. പിന്നെ സെക്കൻഡ് വെക്കരുത്. കാരണം ഇവിടുത്തെ രോഗം പിടിച്ച ആളുകളെയാണ് ഇവർ മോശം ചെയ്തിട്ടുള്ളത്. അത് ഓർക്കണം. അതായത്
പിന്നെ നിങ്ങളെ കൊന്നുകളയാം എന്നുള്ള തീരുമാനം വന്നത്. ആ പണിയാണ് ഇപ്പം ഞാനിപ്പോൾ അവർക്ക് നേരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കമൻ്റ് ഇട്ടവർ ആര് തന്നെ ആണെങ്കിലും ശരി, അവരെ പിടിക്കുക. ആര് തന്നെ എന്ന് പറഞ്ഞാൽ മോശം കമൻ്റ് ഇട്ടതിൻ്റെ കാര്യമാണ് പറയുന്നത്. മോശം കമൻ്റ് ഇട്ടതിൻ്റെ ഞാൻ കമൻറ്റിൻ്റെ മുകളിൽ നിന്ന് കോടിക്കണക്കിന് മാന്താന്ന് വിചാരിച്ചിരുന്നൊന്നുമല്ല. അപ്പോൾ അതെല്ലാവരും ഓർക്കുക. എന്നിട്ട് കാര്യത്തിലേക്ക് കിടക്കുക. ചികിത്സ ആവശ്യമുള്ളവർ നേരിട്ട് വരിക. വായി തുറന്ന് വേണ്ടാത്തൊന്നും വിളിച്ച് പറയണ്ട. പിന്നെ അതുപോലെ ആശാരിമാരോടൊരു കാര്യം, നല്ല രീതിയിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി. ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ആശാരിയാണ്, എനിക്ക് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പടുത്ത് വെളിയിൽ ഉള്ള കാര്യം ഞാൻ പറയാം. എന്താ കാരണം, നിങ്ങൾ മോശം പ്രവർത്തിക്കുന്നു, അതാണ്. അപ്പോൾ ഈ മോശങ്ങളൊന്നും എൻ്റെ മുന്നിൽ കൊണ്ടു വെക്കണ്ട. നിങ്ങൾ മറ്റുള്ളവരാണെങ്കിൽ ആ കാര്യങ്ങൾ പറയാണ്ട് ചെയ്യാം. ഏതെങ്കിലും സാരത്തിൽ നിങ്ങൾ മണ്ണാർക്കാട് നിന്നോ പൊന്നാനി നിന്നോ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ചിലവ് 500 ഇരട്ടിയൊക്കെ കൂട്ടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. മാത്രമല്ല, കാര്യമുള്ളതെന്നൊക്കെ ചിലവിടുന്ന് പിന്നാക്കാൻ മാറും. വലിയ കാര്യമുള്ളവിടുന്ന് പിന്നാക്കാൻ മാറിയാലെന്താ ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങളുണ്ടാക്കി. അത് ഈ നാടറിയട്ടെ, നിങ്ങളുണ്ടാക്കിയ വിഷമം നാട്ടിലെല്ലാവരും അറിയട്ടെ. മുസ്ലിം ആളുകൾ വളരെ മോശമാണെന്ന് ലോകം തന്നെ പറയട്ടെ. ഞാനിത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പറയണമെന്നല്ല, പിന്നെ കുടുങ്ങിയൊരു ഘട്ടത്തിൽ പറഞ്ഞാണ്. കുടുങ്ങിയൊരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇവർ വല്ലാണ്ട് ഫോണിൽ കൂടെ അനാവശ്യ വീഡിയോ ഇട്ട് ഞാൻ മുസ്ലിമിനെതിരാണ്, പിന്നെ എങ്ങനെ അങ്ങനെ താറാണെന്നൊക്കെ പറഞ്ഞ നുണ പറഞ്ഞ പോലെ, ആ നുണ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എടുക്കുക. എന്നിട്ട് അതിന് രേഖ, അതിനുള്ള കാരണങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് കുറ്റം ആരെയായാലും വേണ്ട, പോലീസ് നടപടി എടുക്കുമ്പോൾ ഇന്നാളെന്നില്ലല്ലോ, എല്ലാവരും എടുക്കണം. മോശം കമ്പനിട്ടതിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് എന്താ ദുരുദ്ദേശമുണ്ട്, അതായത് ഇതിൻ്റെ മേൽ വെള്ളപ്പാണ്ടാണ്, പിന്നെ അതിന് മരുന്നില്ല, മറ്റേതിനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വിട്ടിട്ട് നോക്കുമ്പോൾ 2016 പിന്നെ 888,000 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കിയിരുന്നു. അതിൽ പതിയിലെണ്ണിയ പോക്കർ നുണ പറഞ്ഞതായിരുന്നു. ആ നുണ പറഞ്ഞത് ഇന്ന് അവർക്ക് തന്നെ ഒരുപാട് മാനസിക വിഷമം നേരിടുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട് പലതും. പക്ഷെ അതൊന്നും പോരാ, അവരിവിടുന്ന് പോട്ടെ. അവരെ കൂട്ടകുടുംബങ്ങൾ കംപ്ലീറ്റ് നടന്ന് പോട്ടെ. ഇങ്ങനത്തെ നെജീസുകളെ വേണ്ട. ഇവരെ ആറാൻ പറഞ്ഞവരാ. അപ്പോൾ അസ്സലാമു അലൈക്കും.